സുഹൃത്തുക്കളെ, ഇത് പക്ക അനാചാരമാണെന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. അല്ല, ഞാൻ ആചാരങ്ങളെയും മതങ്ങളെയൊക്കെ പറ്റി വിമർശിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇതൊരു അനാചാരമാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബോധമുണ്ടല്ലോ. തീയിലൂടെ ഓടുന്നത്, അഗ്നിക്കാവടി, ചൂലം കുത്തുന്നത്, മുതുകത്ത് കുത്തുന്നത്, ഇതൊക്കെ ഏകദേശം ഇതേപോലത്തെ സിമിലർ ആയിട്ടുള്ള അനാചാരങ്ങൾ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ ഒരുപാട് അനാചാരങ്ങൾ ഉണ്ടല്ലോ, ആഘോഷിക്കപ്പെടുന്നുണ്ട് ഇപ്പോഴും. മിക്ക മതങ്ങളിലും ഈ ഒരു സംവിധാനം ഉണ്ട്. നമ്മളെ സ്വയം പീഡിപ്പിച്ച് ദൈവത്തെ പ്രീതിപ്പെടുത്തുക എന്നൊരു സംവിധാനം. മതത്തിനുള്ളിൽ തന്നെ ഇതിനെപ്പറ്റി രണ്ട് അഭിപ്രായമുള്ള ആൾക്കാരുണ്ട്, അത് വേറെ കാര്യം. ഞാൻ മുമ്പ് കുത്രാത്തീപ് എന്ന് പറഞ്ഞൊരു സാധനം നേരിട്ട് പോയി കണ്ടുണ്ട്. അതായത് അവർ ശരീരം കത്തി കൊണ്ട് മുറിച്ച് ബ്ലഡ് വരുത്തിച്ച ആൾക്കാരെ മുമ്പിൽ കാണിക്കുക എന്നുള്ളൊരു സംഭവമാണ് പാട്ടക്കായിട്ട്. എത്രത്തോളം ബോഡിക്ക് ഹാം അല്ലാതെ ഇന്റൻസിറ്റി കുറച്ചത് ചെയ്യാൻ പറ്റുമോ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് അവർ ചെയ്യുന്നത്. നാക്ക്, വയറിന്റെ സൈഡിൽ, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലാണ് ചെയ്യുന്നത്. പല രീതിയിലുള്ള കുത്രാത്തിപ്പുകളുണ്ട് കേട്ടോ. ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ളതും ഉണ്ട്. പൊറോക്കെ അടിച്ച് പൊളിക്കുന്ന, ഹൈദരാബാദിലെ ആ ഭാഗത്തൊക്കെ ഇവിടെ ഈ പൊറോക്കെ അടിച്ച് പൊട്ടിക്കുന്ന കുറെ സംവിധാനമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. വീഡിയോസിലാണ് കണ്ടിട്ടുള്ളത് കേട്ടോ, നേരിട്ടിട്ടില്ല. പക്ഷെ ഇത് ഞാൻ നേരിട്ട് കണ്ടുള്ളതാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും ഇതിനൊക്കെ എന്തൊരു ടെക്നിക്ക് ഉണ്ട് ഇതൊക്കെ ചെയ്യുന്നതിന്. ആ ഒരു ടെക്നിക്ക് വെച്ചിട്ടാണ് ഇവരെല്ലാം അത് ചെയ്യുന്നത്. അല്ലാതെ നേരിട്ട് ചിലരത് നേരിട്ട് ചെയ്യുന്നുണ്ട്. തിളച്ച പായസത്തിൽ കൈമുക്കുന്ന ആൾക്കാർ, അങ്ങനെ എല്ലാം കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ ചെയ്യുന്നതൊക്കെ. ബട്ട് ഞാൻ പറഞ്ഞു വന്നത്, അവിടെ കൂടിയുന്ന കൊച്ചു പിള്ളേരെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അവരൊക്കെ ഇത് കാണുമ്പോഴത്തേക്ക് മാമ മരണമാസം വലുതാകുമ്പോൾ എനിക്കും ഇത് ചെയ്യണം. അപ്പം അവർക്ക് ഈ സാധനം നമ്മളെ തെറ്റിദ്ധാരണ അവരെ ഉള്ളിലിട്ട് കൊടുക്കുന്നത് തെറ്റായ ഒരു സംഭവം നമ്മൾ വീണ്ടും സമൂഹത്തിൽ പടർത്തല്ലേ. എന്ത് ദൈവങ്ങളാണ് ഇതെല്ലാം? സ്വയം നമ്മൾ വേദനിക്കുമ്പോൾ സന്തോഷിക്കുന്ന ഒരു ദൈവം ഈസ് നോട്ട് എ ഗുഡ് ദൈവം. റിയാലിറ്റിയിലോ റിയൽ ആയിട്ട് ഒരു ദൈവം ഉണ്ടെങ്കിൽ അവന്റെ സൃഷ്ടികൾ എത്രത്തോളം വേദനയിൽ നിന്ന് ദൂരെ നിൽക്കുന്നു, അതിൽ സന്തോഷം കണ്ടെത്തുന്നവനല്ലേ യഥാർത്ഥ ദൈവം, റിയൽ ഗോഡ്, അൾട്ടിമേറ്റ് ഗോഡ് അല്ലേ?